പൂർവ്വം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാണ്. മലപ്പുറം എയർപോർട്ട് വഴി വരുന്ന സ്വർണത്തെക്കുറിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യണം. അതും മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ അടിയന്തരമായി തുറന്ന് ചർച്ച ചെയ്യാമെന്നാണ് സർക്കാർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷിച്ചതുപോലെ പ്രതിപക്ഷം അടിയന്തര പ്രമേയ ചർച്ച ആവശ്യപ്പെട്ടതും സർക്കാർ അതിന് അനുവദിച്ചതും. ഓർഡർ റൂൾ 50. സഭ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപം. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തലിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും പണമെത്തുന്നതായി, ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണം എന്നാവശ്യപ്പെട്ട് സർവശ്രീ സണ്ണി ജോസഫ്, KPA മജീദ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഈ പൊടുന്നതിനുള്ള നീക്കം പ്രതിപക്ഷം പ്രതീക്ഷിച്ചില്ല. അതോടെ വെട്ടിലായത് പ്രതിപക്ഷം തന്നെയാണ്. അവർക്ക് വേണ്ടത് ചർച്ചയായിരുന്നില്ല, അതിൽ നിന്നൊരു ഒളിച്ചോട്ടമായിരുന്നു. മുസ്ലിം ലീഗുകാരും കോൺഗ്രസുകാരും സമാധാനം പറയേണ്ടി വരും ചർച്ച തുടങ്ങി വെച്ചാൽ. അത് വളരെ വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം സഭാ നടപടികൾ എങ്ങനെയെങ്കിലും സ്തംഭിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടത്. നിയമസഭയിൽ ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോൾ മുങ്ങുക, എന്നിട്ട് പുറത്തു വന്ന് സർക്കാരിനെ വാതോരാതെ കുറ്റം പറയുക. RSSുമായി ആരാണ് ഇപ്പോൾ ബന്ധം വയ്ക്കുന്നതെന്ന് ഏവർക്കും മനസ്സിലായി കാണും. നാടകീയമായ നീക്കങ്ങൾ പ്രതിപക്ഷം സഭയിൽ അങ്ങനെ നടത്തി പുറത്തിറങ്ങി. അതോടെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സഭയിൽ ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രി ആ വാക്കുകളാണ് VD സതീശനെ കൂട്ടരെയും വെട്ടിലാക്കിയത്. 12 മണിക്ക് ചർച്ച ചെയ്യാമെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. പ്രമേയം ചർച്ചയ്ക്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കാതിരുന്ന പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ അങ്ങനെ വെട്ടിലായി. അതോടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തനിക്ക് നിലവാരമില്ല എന്ന് പരാമർശിച്ചു എന്ന് പറഞ്ഞ് VD സതീശൻ വിഷയം മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടത്. ഇതിന് നല്ല മറുപടി മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. ഞങ്ങൾ പുറത്തേക്ക് പോയതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാണ്. സംസാരിച്ച ആദ്യ ഭാഗത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം ഈ സഭയുടെ അന്തസ്സ് പാലിച്ചു പോവുക എന്നുള്ളത് രണ്ട് ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സർ, അതിൽ ഞാൻ പറയാനിടയായത് സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്ത് പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നതിനെക്കുറിച്ച് നല്ല ധാരണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുണ്ട്. അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചുരുക്കുന്നത്. ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല. നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വരും. സർ, ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത്. സർ, അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. ആ പ്രാർത്ഥന എന്താകാനാണ്? എന്താണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത്? ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. സർ, നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ്, VD സതീശൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട്. സർ, VD സതീശൻ്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല. പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് സർ, ഇവർക്ക് വേണ്ടത് LDFനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം. അതിൻ്റെ ഭാഗമായി LDFിൻ്റെയും
ഗവൺമെൻറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത്. സർ, എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ? ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിനുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക്? അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളയാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട്. അത് സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ്. ഇവിടെ പരസ്പരം അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല. അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നുവെന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതിനൊന്നുള്ളൊരു അവസരമായിട്ട് ഞാനിപ്പോൾ ഇതിനെ മാറ്റുന്നില്ല. പക്ഷേ സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലായി. ചർച്ച നടക്കാതിരിക്കാൻ ശക്തമായ പ്രതിഷേധം സഭയിൽ ഉയർത്തി സഭ സ്തംഭിപ്പിച്ച് പുറത്തിറങ്ങി പ്രതിഷേധിക്കുക എന്ന നീക്കമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെത്. തുടർന്ന് മറ്റൊന്നും ചെയ്യാനാകാതെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും സ്പീക്കറുടെ മുഖം മറച്ച് വലിയ ബാനറുകൾ കെട്ടി സഭ ഇതുവരെ കാണാത്ത പ്രകടനങ്ങളിലേക്ക് പോവുകയും ചെയ്തു. അതേസമയത്താണ് പ്രതിപക്ഷത്തു നിന്നും മാത്യു കുഴൽനാട് അടക്കമുള്ളവർ സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതും. ഇതോടെ കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ കൈവിട്ടുപോയി. പിന്നെ സഭയിൽ കണ്ടതോടെ സ്കൂൾ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ക്ലാസ് മുറിയിൽ നിന്നും പുറത്തു കടക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ബഹുമാനപ്പെട്ട മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിക്ക് 2024 2ാം നമ്പർ ഓർഡിനൻസ് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. സർ, കാര്യവിവര പട്ടികയിലെ 3.1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഓർഡർ റിപ്പോർട്ട് സമർപ്പണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. സർ, ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ടിൽ താഴെ പറയുന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. 2024 ഒക്ടോബർ 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനക്കെടുക്കണമെന്ന് അപേക്ഷ അവതരിപ്പിക്കേണ്ടതാണ്.